10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ഓണം എക്സാമിനേഷനുള്ള ഫസ്റ്റ് ടേം എക്സാമിനേഷനുള്ള പോർഷൻസിന്റെ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഒന്നാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ്, മൂന്നാമത്തെ യൂണിറ്റിൽ ഗാൽവനിക് സെൽ വരെ ഒന്ന് ഷോർട്ടായിട്ട് നമ്മൾ റിവൈസ് ചെയ്തിട്ട് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ എല്ലാ ചാപ്റ്റേഴ്സും വിശദമായി ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇത് റിവിഷനാണ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഷെൽസ് ആൻഡ് സബ് ഷെൽസ് ആണ്. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. As the distance from the nucleus increases, the energy of the electron in the shell increases. നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എനർജി കൂടും. പക്ഷേ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് ഡിക്രീസസ്. അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. അതുകൂടെ ഓർത്തിരിക്കുക. അതൊരു എക്സാമിന് ചോദിച്ചതാണ്. തെറ്റായിട്ടുള്ളത് തന്നിട്ട് ശരിയായിട്ട് തിരുത്തി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് ഷെല്ല്, സബ് ഷെല്ല്. ഷെല്ല് നമുക്കറിയാം, 4 ഷെല്ലാണ് നമ്മൾ പഠിച്ചത്. KLMN. ഒന്നാമത്തെ കെ ഷെല്ലില് ഒരു സബ് ഷെല്ലാണുള്ളത്, എസ്. രണ്ടാമത്തെ എൽ ഷെല്ലില് 2 സബ് ഷെൽസ് ഉണ്ട്, SP. മൂന്നാമത്തെ ഷെല്ലില് M. അതില് 3 സബ് ഷെൽസ് ഉണ്ട്, SPD. നാലാമത്തില് SPD ആൻഡ് F. ഇതിൽ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന സബ് ഷെല്ലിന് നമ്മൾ 1s എന്ന് കൊടുത്തു. ദെൻ രണ്ടാമത്തേല് 2s 2p, മൂന്നാമത്തത് 3s 3p 3d, ദെൻ 4s 4p 4d 4f. അങ്ങനെ പിന്നെ വരുന്നത് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റഡ് ഇൻ സബ് ഷെൽസ് ആണ്. അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഡി സബ് ഷെല്ലില് മാക്സിമം ഇലക്ട്രോൺസ് എത്രയാണ് ഉൾക്കൊള്ളുന്നത്, എഫ് സബ് ഷെല്ലിൽ എത്രയാണ് ഉൾക്കൊള്ളുന്നത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. SPD/F. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. മറന്നു പോകരുത്. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഓർഡർ ആണ്. ഇതിന്റെ സബ്ഷെൽസിന്റെ ഇൻക്രീസിംഗ് എനർജിയുടെ ഓർഡറിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എഴുതുക. അങ്ങനെ വരുമ്പോൾ 1s 2s 2p 3s 3p, ദെൻ 3d അല്ല 4s കഴിഞ്ഞിട്ടാണ് 3dയിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, ദെൻ 4p. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരിക. 4p വരെ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 മുതൽ 30 വരെയുള്ള എലമെന്റ്സിന്റെയാണ് നിങ്ങൾക്ക് സാധാരണ ചോദിക്കുന്നത്. അപ്പൊ അത് താഴോട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഓർഡർ മറക്കാതിരിക്കുക. 3p കഴിഞ്ഞിട്ട് 4sൽ ഫില്ല് ചെയ്തതിന് ശേഷമേ 3dയിൽ ഫില്ല് ചെയ്യാവുള്ളൂ. ഇനി ഇങ്ങനെ എഴുതിയാൽ 1s 2 ഇങ്ങനെ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നാൽ നമുക്കറിയാം ഈ സബ്ഷെല്ലിന്റെ മുകളിൽ വരുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇതിന്റെ തൊട്ട് മുന്നിൽ വരുന്നത് അതിന്റെ ഷെൽ നമ്പർ ആണ്. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ 1 മുതൽ 30 വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പൊ അതും ഒന്ന് നോക്കി വെക്കാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു എക്സാമ്പിൾ, ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2 2s2, 2 2 4 ആയി, 9 ആണ്, ബാക്കി 5, 2p5. അങ്ങനെ 30 വരെയുള്ള എലമെന്റ്സിന്റെ എഴുതാൻ അറിഞ്ഞിരിക്കാം. ഇനി അനദർ മെത്തേഡ്, ഹയർ അറ്റോമിക് നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ വേറൊരു മെത്തേഡ് കൂടെ ഓപ്റ്റ് ചെയ്യാറുണ്ട്. അതായത് നോബൽ ഗ്യാസസിന്റെ സിമ്പൽ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി എഴുതുക. ഇപ്പൊ നോക്കിയേ, നോബൽ ഗ്യാസസ് 2 എണ്ണം ഓർത്തിരുന്നാൽ മതി. നിയോൺ 10, ആർഗൺ 18. അപ്പോൾ 10ന് ശേഷം 11 മുതൽ 17 വരെ ഉള്ളതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതുപോലെ എഴുതാൻ, ഷോർട്ട് ഫോമിൽ എഴുതാൻ ചോദിച്ചാൽ നിയോൺ എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി എഴുതുക. 18ന് ശേഷം ചോദിച്ചാൽ ആർഗൺ എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി എഴുതുക. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിള് സോഡിയം. സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ആണ്. 1s2 2s2 2p6 3s1. ഇതിൽ നോക്കിയ 2 2 4 4 6 10. 10 വരെയുള്ളതിന് നമുക്ക് നിയോൺ എന്ന് എഴുതാം. നിയോൺ എന്ന് എഴുതുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി 3s1 എടുത്ത് എഴുതുക. ഇതാണ് സോഡിയത്തിൻ്റെത്. ഇനി 12ന്റെ ചോദിക്കുവാണെങ്കിൽ, അറ്റോമിക് നമ്പർ 12 ഉള്ള എലമെന്റിന്റെ ചോദിക്കുവാണെങ്കിൽ നിയോൺ 10 സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ദെൻ 3s, ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടെ കൂടും, 3s2. അതുപോലെ തന്നെയാണ് പൊട്ടാസ്യത്തിൻ്റെത്. പൊട്ടാസ്യത്തിന്റെ 19 വരുമ്പോൾ നമ്മൾ 19ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അപ്പൊ അതിന് മുന്നുള്ള 18 വരെയുള്ളത് നോക്കിയാൽ 6 4 10, 10 8 18. 18 വരെയുള്ളതിന് നമ്മൾ ആർഗൺ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, ബാക്കി 4s1 എഴുതുക. 20 ചോദിച്ചാലോ, ഈ ആർഗൺ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി 2 ഇലക്ട്രോൺസ് 4s2. ഇനി 21 ചോദിച്ചാൽ അതനുസരിച്ച്.
അടുത്ത് വരുന്നത് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും എക്സെപ്ഷണൽ കേസാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ എക്സെപ്ഷണൽ കേസാണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്, 24 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? നമ്മൾ സാധാരണ എഴുതുന്ന രീതിക്ക് 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4 എന്ന് നമ്മൾ എഴുതും. എന്നിട്ട് ഇതിൽ ഏത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ശരി, എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് എക്സാമിന് ചോദിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ഡി സബ്ഷെല്ലില് 4 വന്നാലോ 9 വന്നാലോ അതിന് 5 മാർക്കണം, 10 മാർക്കണം. എന്തുകൊണ്ടാ? ദ കംപ്ലീറ്റ്ലി ഫിൽഡ് D10, കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഡി സബ്ഷെൽ എന്ന് പറയുമ്പോൾ D10 ഓർ ഹാഫ് ഫിൽഡ് അതായത് D5 കോൺഫിഗറേഷൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ അതർ കോൺഫിഗറേഷൻ. അപ്പൊ D5ഉം പകുതി നിറഞ്ഞ D5ഉം അല്ലെങ്കിൽ ഫുള്ളി നിറഞ്ഞ D10ഉമാണ് ബാക്കിയുള്ള കോൺഫിഗറേഷനേക്കാൾ സ്ഥിരത കൂടുതൽ. അതുകൊണ്ട് D4 വരുന്ന ക്രോമിയത്തിന്റെ കേസിൽ D5 ആക്കുക. 2 ഇലക്ട്രോൺ, ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ ഇല്ലെന്ന് 1 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് D5 ആക്കും, 4s1 ആവും. ഇതാണ് ശരിയായിട്ടുള്ള കോൺഫിഗറേഷൻ. നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നത് റിവിഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. പഠിച്ചതൊന്ന് ഓർത്തെടുക്കുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറോടെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് വിശദമായിട്ടുള്ള മറ്റേ ക്ലാസ് കൂടെ കണ്ടു നോക്കുക കേട്ടോ. കോപ്പറിന്റെ കേസിൽ ലാസ്റ്റിൽ 4s2, 3d9 എന്നാണ് വരുന്നത് സാധാരണ കോൺഫിഗറേഷൻ. അത് തെറ്റാണ്. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഈ S2ല് 2 ഇലക്ട്രോണിലെന്ന് 1 ഇലക്ട്രോൺ ഡിയിലോട്ട് കൊടുക്കുക. അപ്പൊ D10 ആകും, 4s1, 3d10. ഇതിന്റെ കാരണം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ റീസൺ ചോദിക്കുമ്പോൾ എന്ത് എഴുതും? ദ കംപ്ലീറ്റ്ലി ഫിൽഡ് D10 ഓർ ഹാഫ് ഫിൽഡ് D5 കോൺഫിഗറേഷൻ ആർ മോർ സ്റ്റേബിൾ ദാൻ അതേഴ്സ്. പിന്നെ വരുന്നത് ബ്ലോക്കും പീരീഡും കണ്ടുപിടിക്കാനാണ്. ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ട് ബ്ലോക്കും പീരീഡും ചോദിച്ചാൽ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അവസാനത്തെ ഇലക്ട്രോൺ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതാണ് ബ്ലോക്ക്. എസ് സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അത് എസ് ബ്ലോക്ക്. പി സബ്ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ പി ബ്ലോക്ക്. ഡിയിലാണെങ്കിൽ ഡി ബ്ലോക്ക്, എഫിലാണെങ്കിൽ എഫ് ബ്ലോക്ക്. എഫ് നിങ്ങൾക്ക് സാധാരണ ചോദിക്കാറില്ല സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ, ഡി വരെ വരത്തുള്ളൂ. ഇനി പീരീഡ് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നിലത്തെ നമ്പർ എഴുതിയാൽ മതി. അതായത് ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലാണ് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് ഗ്രൂപ്പ് നമ്പർ. എസ് ബ്ലോക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലാണോ ആ ബ്ലോക്കിലാണ് ആ എലമെന്റ് ഉൾപ്പെടുന്നത്. അപ്പൊ എസ് ബ്ലോക്കിന്റെ കേസിൽ കണ്ടോ, എസിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത്. എസ് ബ്ലോക്ക് ആണെങ്കിൽ എസിൽ 1 or 2 അത്രയും ഇലക്ട്രോൺസ് അല്ലേ ഫിൽ ആവത്തുള്ളൂ. ഒന്നാണെങ്കിൽ എസിൽ വരുന്നത് 1 ആണെങ്കിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഒന്നാമത്തെ ഗ്രൂപ്പാണ്. 2 ആണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. അതായത് എസ് ആണ് വരുന്നതെങ്കിൽ എസിലുള്ള ഇലക്ട്രോണിന്റെ നമ്പർ തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. പി ആണ് വരുന്നതെങ്കിൽ പിയിലെ ഇലക്ട്രോണിന്റെ നമ്പറിന്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ 3 ആണ് പിയിൽ കിട്ടിയിരിക്കുന്നത്, അതിന്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്യുക, 15. അപ്പൊ 15ാമത്തെ ഗ്രൂപ്പിലാണ് ഈ എലമെന്റ് ഉൾക്കൊള്ളുന്നത്. ഇനി ഇവിടെ P6 ആണ്, 6ന്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് 18 കിട്ടും. 18ാമത്തെ ഗ്രൂപ്പിലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഓർക്കുക, പിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ അതിന്റെ കൂടെ ആ പിയുടെ ഇലക്ട്രോൺസിന്റെ കൂടെ 12 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഡി സബ്ഷെല്ലിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഡിയുടെ അവസാനത്തെ ഡിയിലെയും എസിലെയും ഇലക്ട്രോൺസ് തമ്മിൽ ആഡ് ചെയ്തെടുക്കുക. ഇവിടെ 2+1, 4s2, 3d1 ആണ്. അപ്പൊ 4+1 മൂന്നാമത്തെ ഗ്രൂപ്പിലാണ് ഈ എലമെന്റ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ അങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. പിന്നെ വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഡി ബ്ലോക്കിന്റെയും എഫ് ബ്ലോക്കിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിൽ ചിലത് ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ചില ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് ഇതിൽ എസ് ബ്ലോക്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് ഏതാണ് അങ്ങനെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കണം. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റ്സ് ചേർന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ദ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ബേസിക് നേച്ചർ ആണ്. ഷോ ഡെഫിനിറ്റ് വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവ ഡെഫിനിറ്റ് വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നു. മോർ മെറ്റാലിക് ക്യാരക്ടർ. ഇവയുടെ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, എന്താണ് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് എടുത്ത ക്ലാസ്സിൽ. അപ്പൊ ഇതിൽ ഞാൻ പോയിന്റ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ലെസ് അയണൈസേഷൻ എനർജിയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്. ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. കോമ്പൗണ്ട്സ് ആർ അയോണിക് ഇൻ നേച്ചർ. പി ബ്ലോക്ക് ആണെങ്കിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് പി ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, നോബിൾ ഗ്യാസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. ദെൻ ഹയർ അയണൈസേഷൻ എനർജി. ഈ
എലമെന്റ്സിനെല്ലാം ഹയർ അയോണൈസേഷൻ എനർജിയാണുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഹൈ ആണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന എലമെന്റ് ഫ്ലൂറിനാണ്. ദെൻ ഡി ബ്ലോക്ക് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്. അത് 4ാമത്തെ പീരീഡ് മുതലാണ് ആരംഭിക്കുന്നത്. ദെൻ ഇവ മെറ്റൽസ് ആണ്. ഫോം കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫിൽഡ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെല്ലിൽ അതായത് തൊട്ടുള്ളിലെ ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. ദെൻ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർ ജനറലി സെയിം ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ഗ്രൂപ്പിലും പീരീഡിലും ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജനറലി സെയിം ആണ്. Therefore, they show similarities in properties not only in groups but also in periods. ഗ്രൂപ്പിൽ മാത്രമല്ല, അതുകൊണ്ടാണ് പീരീഡ്സിലും അതിന്റെ പ്രോപ്പർട്ടീസിലും അത് സിമിലാരിറ്റീസ് കാണിക്കുന്നത്. ദെൻ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 6th 7th പീരീഡ് എലമെന്റ്സിനെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന പീരിയോഡിക് ടേബിളിൽ താഴെ കാണുന്ന 2 നിരകൾ. അതിൽ ഫസ്റ്റ് റോ ലാന്തനോയിഡ്സ്, സെക്കൻഡ് റോ ആക്ടിനോയിഡ്സ്. ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ തന്നെ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Then most of the actinoids are radioactive and are artificial elements. ഇതിനകത്തുള്ളതിൽ കൂടുതലും റേഡിയോ ആക്റ്റീവ് ആണ്, ആർട്ടിഫിഷ്യൽ എലമെന്റ്സും ആണ്. Then uranium, thorium, plutonium etc. are used as fuels in nuclear reactor. ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം അതൊക്കെ. Then many of them are used as catalyst in the petroleum industry. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഇതിനകത്തുള്ള ഭൂരിഭാഗം എലമെന്റ്സും ഉപയോഗിക്കുന്നുണ്ട്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയാക്ഷന്റെ റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ്. ദെൻ പിന്നെ വരുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്കിന്റെ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ, അതായത് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡി ബ്ലോക്ക് കാണിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ കാരണമെന്ത്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൽ നമുക്കിപ്പം 2 നോക്കുന്നുണ്ട്, ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും, FeCl2 ദെൻ FeCl3. ഇത്രയും മാത്രം ഓർത്തിരി. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബേസിക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതുകൂടെ ഒന്ന് കണ്ടുവെക്കാം. ക്ലോറിൻ -1, ഹൈഡ്രജൻ +1, ഓക്സിജൻ -2. ഇത്രയും ഓർത്തിരിക്കാം. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. നമുക്ക് അറിയാത്തതിന്റെ കണ്ടുപിടിച്ചാൽ മതി, മറ്റതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിരിക്കും. അപ്പോൾ ഇവിടെ അറിയാത്ത എഫിയുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? X എന്ന് കൊടുക്കുന്നു, ക്ലോറിൻ്റെത് -1 അത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. ഇത് രണ്ടും കൂടെ X ഇതും ഇതിന്റെ ഓക്സിഡേഷൻ നമ്പറും കൂട്ടുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പോൾ X പ്ലസ് 2 ക്ലോറിനാണുള്ളത്, അപ്പോൾ 2 × -1 = 0. X -2 = 0, -2 ഈക്വൽ സൈൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ +2 ആയി, X = +2. അപ്പോൾ ഈ കേസിൽ എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് Fe2+. Fe2+നാണ് നമ്മൾ ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ Fe26 ആണ്. അതിന്റെ നമ്മൾ ആദ്യം എഴുതി 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6. ഇതാണ് 26ന്റെ Fe26ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൽ നിന്ന് Fe2+ നമുക്ക് എഴുതണമെങ്കിൽ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമുക്ക് 2 പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. അതായത് ഇലക്ട്രോൺ വിട്ടു കൊടുക്കുമ്പോഴാണ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് ചാർജ്. ഓർത്തു വെക്കുക. അപ്പോൾ ഇതിന് 2+ എന്ന് പറയുമ്പോൾ 26ൽ നിന്ന് 2 ഇലക്ട്രോൺ കളയണം. അപ്പോൾ 26 - 2 = 24. അപ്പോൾ 24നാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോകുന്നത് Fe2+ന്. അപ്പോൾ 1s2, 2s2, 2p6, 3s2. എപ്പോഴും ഓർക്കുക, എസിൽ നിന്ന് 4sൽ നിന്ന് ഇലക്ട്രോൺസ് കളഞ്ഞിട്ട് മാത്രമേ 3Dയിൽ നിന്ന് പോകത്തുള്ളൂ. നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ 4sൽ ആദ്യം ഫില്ല് ചെയ്യുന്നു, പിന്നെ 3Dയിൽ ഫില്ല് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ സബ്ഷെൽസ് നിൽക്കുന്നതനുസരിച്ച് 3s, 3p, 3d കഴിഞ്ഞിട്ടാണ് 4s വരിക, 4s സബ്ഷെല്ലിൽ വരിക. അപ്പോൾ ആദ്യം ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നത് 4sൽ നിന്നാണ്. 4sൽ നിന്ന് പോയതിനു ശേഷമാണ് 3Dയിൽ നിന്ന് പോവുക. നിങ്ങൾ ഓർഡർ 3p കഴിഞ്ഞിട്ട് 3d കഴിഞ്ഞിട്ട് ആണ് 4s എഴുതുന്നതെങ്കിൽ എളുപ്പമാണ്. 4sൽ നിന്ന് തന്നെ കളഞ്ഞിട്ട് 3Dയിൽ എടുത്താൽ മതി. പക്ഷെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ട് 3d എഴുതുന്നതാണ്. അപ്പോൾ 2 ഓർഡറും ശരിയാണ്. എപ്പോഴും ഓർക്കുക, ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതുപോലെ 4sൽ നിന്ന് ആദ്യം കളഞ്ഞിട്ട് വേണം 3Dയിൽ നിന്ന് കളയാൻ ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 3p6, 4sൽ നിന്ന് 2 എണ്ണം പോയി, 4s 0 ആണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ 3d6. then ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കുക. FeCl3 ഫെറിക് ക്ലോറൈഡ്. അതിൽ എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയത്തില്ല, ക്ലോറിന്റെ നമുക്കറിയാം -1. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. അപ്പോൾ X + 3 × -1 = 0, X - 3 = 0, X = -3 പുറത്ത് വരുമ്പോൾ +3.
അപ്പോൾ Fe3+ നമുക്ക് കിട്ടും. അപ്പോൾ Fe26ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് അറിയാം. 3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺസ് നമുക്ക് നഷ്ടപ്പെടണം. 3 ഇലക്ട്രോൺസ് എവിടെ നിന്ന് കളയും? എസിലെന്ന് 2 കളയുക, 3Dയിലൊന്ന് ഒന്നുകൂടെ കളയുക. അപ്പോൾ ബാക്കി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലാസ്റ്റ് 3p6 3d5 എന്ന് പറയും. ഇതാണ് ശരിയായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Fe3+ന്റേത്. അപ്പോൾ ഇതിന്റെ റീസൺ ചോദിക്കുമ്പോൾ എന്താ എഴുതുക? ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് ഇതിന്റെ റീസൺ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെൽ ആൻഡ് ദ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ ഈസ് വെരി സ്മോൾ. അവയുടെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ്, അങ്ങനെ അനുയോജ്യമായിട്ടുള്ള കണ്ടീഷൻസിൽ ദ ഇലക്ട്രോൺസ് ഇൻ ദ ഡി സബ്ഷെൽ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് കൂടി കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും, വൈ എന്ന് പറഞ്ഞ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും, അല്ലെങ്കിൽ എ എന്നോ ബി എന്നോ പറഞ്ഞു തരും. ദെൻ റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഫോമുല. ഇത് രണ്ടും കൂടെ സംയോജിച്ചുണ്ടാകുന്ന, ഇത് രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന കെമിക്കൽ ഫോമുല എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്താൽ മതി ഇതിന്റെ സംയോജകത കണ്ടുപിടിക്കുക. അതായത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ എത്ര ഇലക്ട്രോൺസ് വേണം അത് നോക്കുക. ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് 3s2. ഇവിടെ 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതാണോ എളുപ്പം, 6 ഇലക്ട്രോൺസ് സ്വീകരിക്കുന്നതാണോ എളുപ്പം? 2 ഇലക്ട്രോൺസ് കളയുന്നത്. അപ്പൊ ഇവിടെ 2- ചാർജ് ആണ് 2 ഇലക്ട്രോൺസ് കളയുന്നത്. അപ്പൊ അവിടെ ഇലക്ട്രോൺസ് കളയുമ്പോൾ 2+ ചാർജ് ആണ്, 2+, X2+. രണ്ടാമത്തേൽ ഇവിടെ 3s 3p 5 2 7 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 1 അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇവർക്ക് എളുപ്പം. ഒക്ടക്ട് റൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇലക്ട്രോൺസ് വരാൻ വേണ്ടിയിട്ട് 1 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ y1-. അപ്പൊ X2+ കിട്ടി, y1- കിട്ടി. ഇതിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ഉള്ളത് ആദ്യം എഴുതുക, X2+, ദെൻ y1-. ഈ ചാർജുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് സഫിക്സ് ആയിട്ട് താഴെ എഴുതുക. അപ്പോൾ എക്സിന് വൈയുടെ 1 കിട്ടും, വൈക്ക് എക്സിന്റെ 2 കിട്ടും. X1 y2. 1 എഴുതേണ്ട ആവശ്യമില്ല, xy2. അപ്പൊ ഇങ്ങനെയാണ് ഏത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയാലും ചാർജസ് നോക്കി എഴുതുക, ദെൻ അവസാനം ഫോമുല എഴുതുക. അപ്പൊ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആ 3 ചാപ്റ്റർ ആ പോർഷൻസ് മൊത്തം കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറോടെ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ യൂണിറ്റ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഗ്യാസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഗ്യാസിന്റെ സവിശേഷതകളാണ്. അതും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അതിൽ ശരിയായിട്ടുള്ളത് എടുത്ത് എഴുതാനെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിൽ കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. നമുക്കറിയാം ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ എടുത്തത് കണ്ടതാണ്. അതിന്റെ പാർട്ടിക്കിൾസ് പിന്നെ മോളിക്യൂൾസ് വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് ദ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾ ഈസ് വെരി ലെസ്. അപ്പോൾ മൊത്തം വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഓരോ മോളിക്യൂൾസിന്റെയും വോളിയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. മോളിക്യൂൾസ് ആർ ഓഫ് റാപ്പിഡ് മോഷൻ ഇൻ ഓൾ ഡിറക്ഷൻ. എല്ലാ ഡിറക്ഷനിലേക്കും മോളിക്യൂൾസിന് റാപ്പിഡ് ആയിട്ടുള്ള പെട്ടെന്നായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഉള്ളത്. ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിന്റെ വാൾസിലും ചെന്നിടിക്കും, പരസ്പരവും കൂട്ടിയിടിക്കും. ദ കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് നേച്ചർ. ആ കൊളിഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് നേച്ചർ ആണ്. there is no attraction between. അതുകൊണ്ട് തന്നെ there is no attraction between the molecules. മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഒന്നും ഇല്ല, ഓർത്തിരിക്കാം. ദെൻ പിന്നെ വരുന്ന വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതൊന്ന് നോക്കി വെക്കാം. പിന്നെ വരുന്ന 3 ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ. ബോയിൽസ് ലോയിൽ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഇവ രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/P അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. V ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/P. PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. ഇത് വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും എന്ന് ഓർക്കുക. ഇവിടെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചത്. അക്വേറിയത്തിന്റെ കേസിൽ എയർ ബബിൾസ് താഴേന്ന് മുകളിലോട്ട് വരുന്നതോറും എയർ ബബിൾസിന്റെ വോളിയം കൂടി വരുന്നതിന് കാരണം എന്താന്ന്. അപ്പൊ നമ്മളവിടെ പറഞ്ഞതാണ് മുകളിലോട്ട് വരുന്നതോറും പ്രഷർ കുറഞ്ഞു വരും. അപ്പോൾ അതിന്റെ വോളിയം, എയർ ബബിൾസിന്റെ വോളിയം കൂടി വരും, ഇൻക്രീസ് ചെയ്ത് വരും. ഇനി ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കാം P1 V1 ഈക്വൽ ടു P2 V2.
എന്നുള്ള ഇക്വേഷൻ കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് 3 എണ്ണം തന്നാൽ തരാത്ത ഒരെണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതിനടുത്ത് വരുന്നത് ചാൾസ് ലോ ആണ്. ചാൾസ് ലോയിൽ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. മറ്റേ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ലോ ആവിഷ്കരിച്ച സയന്റിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബോയിൽസ് ലോ സയന്റിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് റോബർട്ട് ബോയിൽ, നമ്മൾ നേരത്തെ കണ്ടത്. അതുപോലെ വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നത് ആരാ? ചാൾസ് ആണ്. അപ്പൊ ചാൾസ് ലോ. Then at constant pressure, the volume of a gas is directly proportional to temperature. ഇവിടെ വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അതായത് നമ്മൾ ബലൂൺ വീർപ്പിച്ചിട്ട് വെയിലത്ത് വെച്ചാൽ പൊട്ടുന്ന കാര്യം പറയുന്നത് ചാൾസ് ലോയുടെ കേസിലാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ വോളിയം കൂടും, പൊട്ടും. അപ്പൊ അത് ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ V directly proportional to temperature at constant pressure, V equal to a constant into T, V by T equal to a constant. ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. ദെൻ ഇവിടെ നോക്കിയേ, പ്രോബ്ലം ചെയ്യുമ്പോൾ V1 by T1 equal to V2 by T2. ഇക്വേഷനും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ഇതിൽ ഒന്ന് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ മാത്തമാറ്റിക്സ്. ദെൻ അവഗാഡ്രോ ലോയിൽ വോളിയം, പ്രഷറും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ്. അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് അവഗാഡ്രോ ലോ പറയുന്നത്. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, 1 മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ NA. അതാണ് 1 മോൾ എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. 1 മോൾ ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എഴുതുക. ഇനി ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ GAM. ഗ്രാം അറ്റോമിക് മാസ് എന്താന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അറ്റോമിക് മാസ് റെപ്രസെന്റഡ് ഇൻ ഗ്രാം, അതിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇപ്പൊ കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12, അതിനെ ഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 12 ഗ്രാം ആകുമ്പോൾ അത് ഗ്രാം അറ്റോമിക് മാസ് ആയി. 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്ര ആറ്റമാണ്? 6.022 × 10⁻23 ആറ്റം. 1 GAM. അപ്പൊ 2 GAM ആണെങ്കിലോ 2 × 6.022 × 10⁻23. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് GAM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ്, എത്ര GAM ഉണ്ട്, GAM അതിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഗിവൺ മാസ് ഇൻ ഗ്രാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഗിവൺ മാസ് എടുത്തെഴുതുക, തന്നിരിക്കുന്ന ഗ്രാം എടുത്തെഴുതുക, ഡിവൈഡഡ് ബൈ GAM ഓഫ് ദ എലമെന്റ്. ആ എലമെന്റിന്റെ അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് എടുത്തെഴുതുക. അപ്പൊ നമുക്ക് കിട്ടും നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ്. GAM എത്രയാണെന്ന് കിട്ടും. ഇനി എത്രയാണ് ആറ്റം, നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് ചോദിച്ചാൽ ആ കിട്ടുന്ന GAMനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ നോക്കിയ എക്സാമ്പിൾ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ്. 42 ഗ്രാം നൈട്രജൻ തന്നിട്ടുണ്ട്. നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. അപ്പൊ തന്നിരിക്കുന്ന 42 ഗ്രാം എടുത്തെഴുതുക. 1 GAM എന്ന് പറയുന്നത് 14 ഗ്രാം ആണ്. അതാണ് 6.022 × 10⁻23 നൈട്രജൻ ആറ്റം എന്ന് പറയുന്നത്. 42 ഗ്രാമിന്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 42 ഗ്രാം എടുത്തെഴുതുക, ഡിവൈഡഡ് ബൈ നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് GAM ഏതാന്ന് കിട്ടും? 3 GAM. നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 × 6.022 × 10⁻23 ആറ്റംസ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പൊ അത് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകുമായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുണ്ട്. അത് SSLC എക്സാമിന്, പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുമ്പ് ഈ ഫസ്റ്റ് ടേം എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാം. 12 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് 1 GAM കാർബൺ ആണ്. 1 ഗ്രാം അറ്റോമിക് മാസ് കാർബൺ ആണ്. 6.022 × 10⁻23 കാർബൺ ആറ്റംസ് ആണ്. അന്ന് പറയുന്നത് എന്താണ്? 1 മോൾ കാർബൺ ആറ്റം. അതുപോലെ തന്നെ നൈട്രജന്റെ കേസിൽ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ദെൻ ഗ്രാം അറ്റോമിക് മാസ് പോലെ തന്നെയാണ് ഗ്രാം മോളിക്കുലാർ മാസും, GMM. മോളിക്കുലാർ മാസ് ഇൻ ഗ്രാമിനെയാണ് നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് അറിയാമെങ്കിൽ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മോളിക്യൂൾസ് എന്ന് പറയുന്നത് 2 അതിലധികം ആറ്റങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് H ഒന്നേ ഉള്ളൂ. ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ H2. അപ്പോൾ 1 + 1 2. ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഓക്സിജൻ മോളിക്യൂൾ ആകുമ്പോൾ 2 ഓക്സിജൻ വരും, O2. 16 + 16 32. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും കേട്ടോ. ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അറ്റോമിക് മാസ് ആണ് നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അറ്റോമിക് മാസ് തന്നിരിക്കും.
മോളിക്കുലാർ മാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ മോളിക്കുലാർ മാസ് തന്നിരിക്കും. അപ്പൊ അത് പേടിക്കേണ്ട കാര്യമില്ല. 1 GMM എന്ന് പറയുന്നത് 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ്. തെറ്റിപ്പോരുത്. 1 GAM പറയുമ്പോൾ ആറ്റംസ് ആണ്, 1 GMM പറയുമ്പോൾ മോളിക്യൂൾസ് ആണ്. രണ്ടും അവഗാഡ്രോ നമ്പർ തന്നെയാണ്. ഇനി നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കുന്നത് മറ്റേതുപോലെ തന്നെയാണ്. ഗിവൺ മാസ് ഇൻ ഗ്രാം അത് എഴുതുക. ദെൻ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്, ആ മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എഴുതുക. ഫോർ എക്സാമ്പിൾ 64 ഗ്രാം ഓക്സിജൻ, അതിന്റെ മോളിക്കുലാർ മാസ് ഓക്സിജൻ തന്നിട്ടുണ്ട് 32. സെയിം മെത്തേഡ് ആണ്. ഇവിടെ മോളിക്യൂൾസ് ആണ്, അവിടെ ആറ്റംസ് ആണ്, അത്രേ ഉള്ളൂ. തന്നിരിക്കുന്ന 64 ഗ്രാം എഴുതി ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32. അപ്പൊ നമുക്ക് എത്ര GMM കിട്ടി എന്നുള്ളത് കിട്ടും. അപ്പൊ 2 GMM ഇവിടെ കിട്ടി. GMM ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇത്രയും മതി ആൻസർ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് എഴുതാൻ ചോദിക്കുന്നതെങ്കിൽ അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണ്ട, സിമ്പിൾ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. 2 × 6.022 × 10⁻23 മോളിക്യൂൾസ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നൈട്രജന്റെ എഴുതാൻ പറ്റും. നൈട്രജന്റെതും ഓക്സിജന്റെതും ഒക്കെ എഴുതാൻ സാധിക്കും. നമ്മൾ എഴുതിയിട്ടുണ്ട് മുമ്പ് ഒരിക്കൽ. നൈട്രജന്റെത് 28 ഗ്രാം നൈട്രജനും തന്നിട്ടുണ്ട്. നൈട്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. ഇത് മോളിക്കുലാർ മാസ് ആണ് 28 ഗ്രാം. അപ്പൊ മോളിക്കുലാർ മാസ് തന്നിരിക്കുന്നത് കൊണ്ട് GMM ഒക്കെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. നോക്കി 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് തന്നെയല്ലേ 1 GMM നൈട്രജൻ മോളിക്യൂൾ. അപ്പൊ അത് തന്നെയാണ് 6.022 × 10⁻23 മോളിക്യൂൾ. അതിനെയാണ് നമ്മൾ 1 മോൾ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി നൈട്രജൻ ആറ്റത്തിന്റെ കേസിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത് പോലെ തന്നിരിക്കുന്ന 28 എടുത്ത് എഴുതുക, ഡിവൈഡഡ് ബൈ അതിന്റെ അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എത്രയാ? 14. അപ്പൊ നമുക്ക് എത്ര GAM എന്ന് കിട്ടും? 2 GAM. അപ്പൊ 2 GAM നൈട്രജൻ ആണ്. 2 GAM ആകുമ്പോൾ അത് എത്ര ആറ്റംസ് ആണ്? 1 GAM ആയിരുന്നുവെങ്കിൽ 6.022 × 10⁻23 ആറ്റംസ്. രണ്ടെണ്ണം വരുമ്പോൾ 2 × 6.022 × 10⁻23 ആറ്റംസ്. ഇതെത്രയാണ്? ഇത്രയും ആകുമ്പോൾ 1 മോൾ ആണ്. അപ്പൊ 2 × 1 മോൾ എന്ന് പറയുന്നത് 2 മോൾ നൈട്രജൻ ആറ്റംസ് ആണ്. ഇതുപോലെ തന്നെ ഓക്സിജന്റെതും ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയിട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് നേരത്തെ നൈട്രജന്റെ കേസ് പറഞ്ഞതുപോലെ ഓക്സിജന്റെത് എഴുതി നോക്കാം. എഴുതി നോക്കിയിട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്കൊരു പോർഷൻ കൂടിയാണ് ഇതിൽ പറയാനുള്ളത്. STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് മോളാർ വോളിയം. മോളാർ വോളിയം പറയുന്നത് അറ്റ് STP 1 mole ഓഫ് എനി ഗ്യാസ് വിൽ ഒക്കുപ്പൈ എ വോളിയം ഓഫ് 22.4 ലിറ്റർ. അതിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറിയാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ 1 മോൾ ഓഫ് ഹൈഡ്രജൻ അറ്റ് STP എന്ന് പറയുമ്പോൾ 22.4 ലിറ്റർ. അതായത് ഒരു മോള് ഏത് മോളിക്യൂൾ എടുത്താലും അതിനകത്തെ വോളിയം എന്ന് പറയുന്നത് STPയിലെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അറ്റ് STP കാണാൻ വേണ്ടിയിട്ട് വോളിയം ഇൻ ലിറ്റേഴ്സ് അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. നമുക്ക് തന്നിരിക്കുന്ന വോളിയം ലിറ്ററിൽ എടുത്ത് എഴുതുക, ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അറ്റ് STP കിട്ടും. ഇവിടെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 22.4 ലിറ്റർ ഓഫ് ഗ്യാസ് അറ്റ് STP ഈക്വൽ ടു 1 മോൾ. 44.8 ലിറ്റർ ആയിരുന്നുവെങ്കിലോ ഈക്വൽ ടു 2 മോൾ എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇത്രയുമാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കൂടുതൽ പ്രോബ്ലംസ് കൂടെ ചെയ്ത് നോക്കാം. ഈ ചാപ്റ്റർ നമ്മൾ പഠിപ്പിച്ചപ്പോൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾസ് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴും കുറച്ച് ചെയ്യും കേട്ടോ. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ ഗാൽവനിക് സെൽ വരെ കുറച്ച് പോർഷൻസ് കൂടെ ഉണ്ട്. മൂന്നാമത്തെ യൂണിറ്റ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ, എയർ, ആസിഡ്. വാട്ടറിലും എയറിലും ആസിഡിലും മെറ്റലിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ആദ്യം പഠിക്കുന്ന പോർഷൻ. വാട്ടറിൽ നമ്മൾ സോഡിയം റിയാക്ട് ചെയ്യുന്ന കണ്ടു, മഗ്നീഷ്യം ദെൻ കോപ്പർ റിയാക്ട് ചെയ്തില്ല. ദെൻ ചൂടുവെള്ളത്തിൽ ഹോട്ട് വാട്ടറിൽ എടുത്തപ്പോൾ മഗ്നീഷ്യം റിയാക്ട് ചെയ്തു, കോപ്പർ റിയാക്ട് ചെയ്തില്ല. അപ്പൊ അതിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് നമ്മൾ അതിനെ ഓർഡർ ചെയ്തു. സോഡിയം ഗ്രേറ്റർ ദാൻ മഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ കോപ്പർ. ദെൻ എയറിലായിരുന്നുവെങ്കിലോ സോഡിയം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഗ്ലേസിംഗ് പെട്ടെന്ന് നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. മഗ്നീഷ്യത്തിൻ്റെത് കുറച്ചുകൂടെ പതിയെ മങ്ങത്തുള്ളൂ, അലുമിനിയത്തിൻ്റെത് കുറച്ചുകൂടെ പതിയെ, കോപ്പറിന്റെയൊക്കെ വളരെ പതിയെ, സ്വർണത്തിന്റെ വളരെ പതിയെ അതിന് മങ്ങല് സംഭവിക്കത്തുള്ളൂ. അപ്പോൾ എയറിൽ നമ്മൾ മെറ്റലിന്റെ പ്രവർത്തനം കണ്ടു. ദെൻ ആസിഡ്സിൽ മെറ്റൽ റിയാക്ട് ചെയ്തതിന്റെ ഓർഡർ മഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ, സിങ്ക് ഗ്രേറ്റർ ദാൻ, അയൺ ഗ്രേറ്റർ ദാൻ, ലെഡ് ഗ്രേറ്റർ ദാൻ കോപ്പർ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് മെറ്റലുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. മറന്നു പോകരുത്, ഹൈഡ്രജൻ. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്യാസ് ഹൈഡ്രജൻ.
പിന്നെ ഇവിടെ വരുന്ന ഈ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അത് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതറിയാമെങ്കിൽ അതിൽ ആദ്യം വരുന്നത് റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ് ഏതാണോ അത് തന്നെയാണ് ഇതിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് നോക്കി എഴുതിയാൽ മതി. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് നമ്മളൊരു കോഡിന്റെ രൂപത്തിൽ പഠിച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു. PSC എക്സാം എഴുതാൻ പോയ മെയ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ടിന്നിൽ ലഡുവും കൊണ്ടാണ് പരീക്ഷയ്ക്ക് പോയത്. ലഡു ടിന്നിൽ ഇട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോരുത് കേട്ടോ. കാരണം ടിന്ന് കഴിഞ്ഞിട്ടാണ് ലഡു വരുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയണം. ടിന്നിൽ ലഡുവും കൊണ്ട് പോയി. പോകുന്ന വഴിക്ക് ഹൈഡ്രജൻ ബലൂൺ കണ്ടു. പരീക്ഷയ്ക്ക് പോകുന്നതുകൊണ്ട് അയാൾ അത് മേടിച്ചില്ല. കോപ്സ് പരീക്ഷയ്ക്കാണ് പോയത്. പോലീസ് പരീക്ഷ എന്ന് ഓർത്താൽ മതി. ദെൻ അതിന് ഗോൾഡ് മെഡൽ കിട്ടി. അപ്പോൾ PSC പൊട്ടാസ്യം, S സോഡിയം, C കാൽസ്യം, ദെൻ മഗ്നീഷ്യം, A അലുമിനിയം, ദെൻ സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ദെൻ ലഡു എന്ന് പറഞ്ഞ ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, S സിൽവർ, ദെൻ ഗോൾഡ്. അപ്പൊ ഈ റിയാക്ടിവിറ്റി സീരീസിന്റെ ഓർഡർ മറക്കാതിരിക്കാൻ എങ്ങനെയും പഠിച്ചു വെക്കുക കേട്ടോ. ഇതിന്റെ ബാക്കി അങ്ങോട്ട് താഴ്ത്തു വരുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളതാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ എ മോർ റിയാക്റ്റീവ് മെറ്റൽ ടെൻഡ്സ് ടു ഡിസ്പ്ലേസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ് സോൾട്ട് സൊല്യൂഷൻ. അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഒരു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റല് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്തെടുക്കും, ആദേശം ചെയ്തെടുക്കും. ആ റിയാക്ഷൻ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുണ്ട്. സിങ്ക് റോഡ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇതിന് രണ്ട് മെറ്റലാണുള്ളത്. ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സിങ്കും കോപ്പർ സൾഫേറ്റിലെ കോപ്പറും. എപ്പോഴും ഓർക്കുക, ഈ രണ്ട് മെറ്റലിലും ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റലിനാണ് റിയാക്ടിവിറ്റി കൂടുതലെങ്കിൽ, അതായത് റിയാക്ടിവിറ്റി സീരീസിൽ ആദ്യം വരുന്നത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഇതാണെങ്കിലാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത്. കാരണം ഇവിടെ സിങ്ക് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ആദേശം ചെയ്തെടുക്കും, ഡിസ്പ്ലേസ് ചെയ്തെടുക്കും. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിനാണ് എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നത്. റിയാക്ടിവിറ്റി കുറഞ്ഞതിന് റിഡക്ഷൻ. അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റൽ റിയാക്ടിവിറ്റി കൂടിയതാണോ എന്ന് ഓർത്താൽ മതി. ഇവിടെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്ന എങ്ങനെ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ്, ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ. ദെൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ്. അപ്പൊ ഇവിടെ സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് സിങ്ക് 2+ ആയിട്ട് മാറും, അതാണ് ഓക്സിഡേഷൻ. കോപ്പർ ആണെങ്കിലോ Cu2+, ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് Cu ആയിട്ട് മാറും, അതാണ് റിഡക്ഷൻ. ദെൻ പിന്നെ വരുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പുസ്തകത്തിലുള്ളതാണിത്. ഇതിലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ ബീക്കറിലാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുക? ഞാൻ പറഞ്ഞു 2 മെറ്റൽ ഉണ്ട്. മെറ്റൽ 2 നോക്കുക. ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെറ്റല്, ഈ സൊല്യൂഷനിലെ ഒരു മെറ്റല്. അതിലേതിനാണ് റിയാക്ടിവിറ്റി കൂടുതലെന്ന് നോക്കുക. ഇവിടെ മഗ്നീഷ്യത്തിനാണോ കോപ്പറിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ? മഗ്നീഷ്യത്തിനാണ് കോപ്പറിനെക്കാളും. കോപ്പർ താഴെ കിടക്കുന്നതാണ്. മഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. ഇനി ഇവിടെയാണെങ്കിലോ സിൽവറും കോപ്പറും. ഇത് മാത്രം നോക്കിയാൽ മതി നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കാൻ. പിന്നെ ഓർക്കുക ഓക്സിഡേഷനും റിഡക്ഷനും. റിയാക്ടിവിറ്റി കൂടിയതിന് നമ്മൾ നടക്കുന്നത് ഓക്സിഡേഷനാണ്, റിയാക്ടിവിറ്റി കുറഞ്ഞതിന് റിഡക്ഷനാണ് നടക്കുന്നത്. ഇങ്ങനെ ഓർത്ത് വെക്കുക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത് കേട്ടോ. ഇവിടെയാണെങ്കിലോ ഇതിന് റിയാക്ടിവിറ്റി കുറവാണ് കോപ്പറിനെക്കാളും. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കത്തില്ല. ഇവിടെ മഗ്നീഷ്യവും സിങ്കുമാണുള്ളത്. മഗ്നീഷ്യത്തിന് സിങ്കിനെക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. മഗ്നീഷ്യമാണ് മുകളിൽ, സിങ്ക് താഴെയാണ്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. ഇവിടെ മഗ്നീഷ്യവും സിൽവറും, ഇവിടെയും റിയാക്ഷൻ നടക്കും. മഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. ഇവിടെ കോപ്പറും മഗ്നീഷ്യവും ആണ്. അപ്പൊ കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്, അതുകൊണ്ട് ഇവിടെ റിയാക്ഷൻ നടക്കത്തില്ല. ഇനി ഒരു ടോപ്പിക് കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ, ഗാൽവനിക് സെല്ല്. അതുവരെയാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്. ഗാൽവനിക് സെല്ല് പ്രധാനമായിട്ടും ഓർക്കേണ്ടത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗാൽവനിക് സെല്ല്. ഇത് ഓർത്താൽ മതി. ഗാൽവനിക് സെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ സി അല്ലേ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ കെമിക്കൽ എനർജി, അതിലും സി ഉണ്ട്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇനി ഗാൽവനിക് സെല്ല് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. 2 ബീക്കർ വരയ്ക്കുന്നു. ഒരു ബീക്കറിൽ 2 റോഡുകൾ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അതായത് സിങ്ക് കോപ്പർ ഗാൽവനിക് സെല്ലിൽ വരയ്ക്കാൻ പറയാം. സിങ്ക് കോപ്പർ സെല്ലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ സിങ്കും കോപ്പറും 2 ബീക്കറിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഒരു കാര്യം ഓർക്കുക, ഇതിൽ റിയാക്ടിവിറ്റി കൂടുതൽ ഏതാണെന്ന് ആദ്യം നോക്കുക. റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിനാണ് കോപ്പറിനെക്കാളും. സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ കോപ്പറിനെക്കാളും. അപ്പൊ സിങ്ക് ആനോഡായിട്ട് എടുക്കുക. റിയാക്ടിവിറ്റി കൂടിയത് ആനോഡാണ്, റിയാക്ടിവിറ്റി കുറഞ്ഞത് കാഥോഡ്.
ഇതെപ്പോഴും ചോദിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ വരയ്ക്കാനായിരിക്കത്തില്ല ചോദിക്കുന്നത്. അതിനകത്ത് സെല്ല് തന്നിട്ട് അതിനകത്ത് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. സിങ്ക് ആനോഡാണ്, അത് നെഗറ്റീവ് ചാർജ് ആണ്, മറന്നുപോയത്. ആനോഡ് N നെഗറ്റീവ് ചാർജ്, കാഥോഡ് T വരുന്നില്ലേ പോസിറ്റീവ് ചാർജ്, അങ്ങനെ ഓർക്കുക. കോപ്പർ. ദെൻ എപ്പോഴും ആനോഡ് റിയാക്ടിവിറ്റി കൂടിയത് ഈ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ തിരിച്ച് വരച്ചു എന്ന് പറഞ്ഞ് പ്രശ്നമില്ല, സൈനൊക്കെ അതനുസരിച്ച് മാറ്റി ഇട്ടുകൊള്ളാം. ഇവിടെ നോക്കിയാൽ സിങ്ക് നമ്മൾ ഈ ബീക്കറിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചത് ആനോഡ്. അപ്പോൾ ഇവിടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കാം. അതാത് ഡിപ്പ് ചെയ്യുന്ന അതാത് മെറ്റലിന്റെ സൊല്യൂഷനാണ് നമ്മൾ ആ ബീക്കറിൽ എടുക്കേണ്ടത്. കോപ്പർ ഡിപ്പ് ചെയ്യുന്നതിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. ഇനി AG ആയിരുന്നുവെങ്കിൽ സിൽവർ നൈട്രേറ്റ്, അത് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ. നിങ്ങൾക്ക് സിങ്ക് കോപ്പർ, കോപ്പർ സിൽവർ, ദെൻ സിങ്ക് സിൽവർ അങ്ങനെ ചോദിക്കാറുള്ളൂ. പിന്നെ വരുന്ന ഇവിടെ പിന്നെ വോൾട്ട് മീറ്ററോട് കണക്ട് ചെയ്യാം, ദെൻ സോൾട്ട് ബ്രിഡ്ജ്. ഇവിടെ ആനോഡ് എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജ് ആണ്, കാഥോഡ് എന്ന് പറയുന്നത് ഇത് കാഥോഡ്. കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ എപ്പോഴും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, മറന്നു പോകരുത്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്. എവിടെയാണ്? ഗാൽവനിക് സെല്ലിൽ. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ്, അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ. അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. then ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആണ്, കാഥോഡിൽ റിഡക്ഷൻ ആണ്. ഇത് രണ്ടും കൂടെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ എന്ന് പറയുന്നത് സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് സിങ്ക് 2+ ആയിട്ട് മാറും. അതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്, അതായത് 2 ഇലക്ട്രോണെ സ്വീകരിച്ചുകൊണ്ട് കോപ്പർ ആയിട്ട് മാറും. Cu2+, 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് +2 ഇലക്ട്രോൺ ഗിവ്സ് Cu. ഇതാണ് റിഡക്ഷൻ. ദെൻ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺസ് കോമൺ ആയിട്ടുണ്ട്, അതങ്ങ് കളയുക, ബാക്കി എഴുതുക. സിങ്ക് Cu2+ ഗീവ്സ് സിങ്ക് 2+ Cu. ഇതാണ് ഗാൽവനിക് സെല്ലിലെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഏത് സെല്ലിലെയാ? സിങ്ക് കോപ്പർ സെല്ലിലെ. സിങ്ക് കോപ്പർ ഗാൽവനിക് സെല്ലിലെ. അപ്പൊ ഗാൽവനിക് സെല്ലിലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഏത് സെല്ല് വരയ്ക്കാനോ എഴുതാനോ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് ഓർത്തു വെച്ചിരുന്നാൽ എഴുതാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഫസ്റ്റ് ടേം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കോവിഡ് ആയതുകൊണ്ട് ഓണം എക്സാം ഒന്നും നടന്നില്ല. 2019-20 ലാസ്റ്റ് നടന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഏതാണ്ട് ഈ മോഡലൊക്കെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. കുറച്ച് ക്ലാരിറ്റി കുറവാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് തന്നെയാണ് പറയുന്നത് കേട്ടോ. വിച്ച് സബ്ഷെൽ എമംഗ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് എനർജി? ഈ കാണുന്ന സബ്ഷെല്ലിലെ ഏതിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്? അപ്പൊ നമുക്ക് സംശയം തോന്നുവാണെങ്കിൽ ഇവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് 4s ആണെന്ന് തോന്നും അല്ലെ, ഏറ്റവും വലുത് 4s. പക്ഷെ നമുക്ക് സംശയം തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അതിന്റെ ഓർഡർ എഴുതി നോക്കുമ്പോൾ എങ്ങനെ വരും? 1s, 2s 2p, 3s 3p, 3d 4s ഇതിന്റെ ഇടയിലാണ്, ദെൻ 4p. അപ്പൊ ഇങ്ങനെയാണ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4s ആണോ 3d ആണോ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്? 3d. അപ്പൊ സംശയം തോന്നാതെ എഴുതി നോക്കാം. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് GMM പ്രസന്റ് ഇൻ 56 ഗ്രാം നൈട്രജൻ. 56 ഗ്രാം നൈട്രജൻ അടങ്ങിയിരിക്കുന്ന GMM എത്രയാണെന്ന് കണ്ടുപിടിക്കാം. മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ 28 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ, തന്നിരിക്കുന്ന ഗ്രാം എടുത്ത് എഴുതുക 56 ഗ്രാം. നൈട്രജന്റെ മോളിക്കുലാർ മാസ് 28 ഗ്രാം എടുത്ത് എഴുതുക. ഈക്വൽ ടു എത്ര GMM എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. 2 GMM. എത്ര മോളിക്യൂൾസ് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ചോദിച്ചിരുന്നുവെങ്കിൽ 2 × 6.022 × 10⁻23 മോളിക്യൂൾസ് എന്ന് എഴുതണമായിരുന്നു. ഇവിടെ GMM മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഡിവൈഡ് ചെയ്ത് എഴുതുക. വിച്ച് ഓഫ് ദ ഗിവൺ മെറ്റൽ റിയാക്ട്സ് വിഗറസ്ലി വിത്ത് വാട്ടർ? വാട്ടറുമായിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതായിരുന്നു? ഇതില് സോഡിയം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Cu ഇൻ Cu2O? Cu2Oയില് Cuവിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? Cu2O എടുത്ത് എഴുതി. ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട് -2. അപ്പോൾ ഓക്സിജന്റെ -2 എന്ന് എഴുതുക. Cuവിന്റെതാണ് നമുക്ക് അറിയാത്തത്, X കൊടുക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പൊ 2 കോപ്പറാണുള്ളത്, അപ്പൊ 2x പ്ലസ് ഓക്സിജൻ ഒന്നേ ഉള്ളൂ, -2 = 0. 2x - 2 = 0. 2x = -2 ഇപ്പുറത്ത് വരുമ്പോഴോ +2 ആയി. x = 2 / 2 = +1. അപ്പോൾ ഇവിടെ Cuവിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആണ്, 1+. അപ്പോൾ ഇതാണ് +1 ആണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ.
അനലൈസ് ദ സിറ്റുവേഷൻസ് given below and write the one which is related to the Boyle's law. Boyle's lawയുമായിട്ട് റിലേറ്റ് ചെയ്ത സിറ്റുവേഷൻ ഇതിലേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. If an inflated balloon is kept in sunlight, it will burst after some time. കുറച്ച് സമയം കഴിയുമ്പോൾ വെയിലത്ത് വെച്ചിരിക്കുന്ന ബലൂൺ പൊട്ടുന്നത്. As the balloon is being inflated, its volume increases. നമ്മൾ എയർ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ വോളിയം കൂടി വരുന്നത്. The size of air bubbles rising from the bottom of water body gradually increases. നമ്മുടെ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നതോറും എയർ ബബിൾസിന്റെ വോളിയം കൂടി വരുന്നത്. അപ്പൊ നമുക്കറിയാം താഴ്ന്ന് മുകളിലേക്ക് വരുന്നതോറും എയർ ബബിൾസിന്റെ വോളിയം കൂടി വരുന്നതാണ് ബോയ്ൽസ് ലോ. മറ്റത് ചോർട്സ് ലോ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. The subshell electronic configuration of an element is given in two ways. രണ്ട് രീതി തന്നിട്ടുണ്ട് subshell electronic configuration. Which among these is correct electronic configuration? Give reason. ഇതിൽ ഏതാണ് കറക്റ്റ് റീസൺ പറയുക. 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2, 3d5, 4s1. ഇതിലേതാ ശരി? നമ്മൾ പറഞ്ഞു ഡിയില് 5 ആണെങ്കിലോ 10 ആണെങ്കിലോ അതാണ് മോർ സ്റ്റേബിൾ ദാൻ അതർ കോൺഫിഗറേഷൻ. അപ്പൊ ഇത് തെറ്റാണ്, ഇതാണ് ശരിയായിട്ടുള്ള കോൺഫിഗറേഷൻ. അപ്പൊ അതിന്റെ റീസൺ എന്താ എഴുതുക? നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. റീസൺ എന്താ എഴുതുക? The completely filled or half filled d orbitals are more stable than other configuration. Which among the following metal does not react with the dilute HCl? Dilute HClുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ ഏതാണ് ഇതിനകത്ത്? സോഡിയം റിയാക്ട് ചെയ്യും, മഗ്നീഷ്യം റിയാക്ട് ചെയ്യും, അയൺ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യാത്ത കോപ്പർ. റിയാക്ടിവിറ്റി സീരീസിലും ഏറ്റവും താഴെ വരുന്നത് കോപ്പർ അല്ലേ? അതിന് മുകളിലോട്ടുള്ളതാണ് ബാക്കിയുള്ള എലമെന്റ്സ്. Name the gas formed when metal react with the dilute HCl. മെറ്റലും HClഉം കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്യാസ് ഏതാണ് നമ്മൾ പഠിച്ചു? ഹൈഡ്രജൻ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. കണ്ടോ, താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് തെറ്റായിട്ടുള്ളതിനെ തിരുത്തി എഴുതുക. As the distance from nucleus increases, energy of shell decreases. ശരിയാണോ? As the distance from the nucleus increases, nucleus നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതോറും എനർജി ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഇൻ ദ ഷെൽസ് ഇൻക്രീസസ് ആണ്, ഡിക്രീസസ് അല്ല, ഇൻക്രീസസ്. അപ്പൊ അത് മാറ്റിയിട്ട് ഇൻക്രീസസ് എന്ന് എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വെട്ടി എഴുതി വെക്കരുത്, ആൻസറിൽ എഴുതുമ്പോൾ എടുത്ത് എഴുതുക. Then electron filling in shells occurs in the increasing order of energy. അത് ശരിയാണ് അല്ലെ? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിലാണ്. As distance increases, attraction between the nucleus and electrons decreases. അതും ശരിയാണ്. ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യും ഡിസ്റ്റൻസ് കൂടുന്തോറും. ദെൻ എസ് ആൻഡ് പി സബ്ഷെൽസ് ആർ കോമൺ ഇൻ ഓൾ ഷെൽ. അത് ശരിയാണോ? എസും പിയും ഉണ്ടോ? പി ഇല്ല. എസ് സബ്ഷെൽസ് മാത്രമാണ് എല്ലാ ഷെല്ലിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് എഴുതുക. അറ്റോമിക് മാസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. Mg 24 തന്നിട്ടുണ്ട്, ഓക്സിജൻ 16 തന്നിട്ടുണ്ട്. ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 120 ഗ്രാം മഗ്നീഷ്യം? 120 ഗ്രാം മഗ്നീഷ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റത്തിന്റെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചെയ്യാലോ, തന്നിരിക്കുന്ന 120 ഗ്രാം എടുത്തെഴുതുക, ഡിവൈഡഡ് ബൈ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 24 തന്നിട്ടുണ്ട്. അപ്പൊ 24 ഗ്രാം ഈക്വൽ ടു എത്ര മോളെന്ന് കിട്ടും? 120 ഡിവൈഡ് ബൈ 24 എന്ന് പറയുന്നത് 5 മോളെന്ന് കിട്ടും. ചെയ്തു നോക്കണം കേട്ടോ, 5 മോളെന്ന് കിട്ടും. ഇവിടെ ഹൗ മെനി ആറ്റംസ്, എത്ര ആറ്റം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 5 into 6.022 into 10⁻23 ആറ്റംസ്. ഇതിനെ നമ്മൾ 5 Na എന്ന് എഴുതിയാണ് ശരിയാണ് കേട്ടോ. Na എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ. ഫൈൻഡ് ദ മാസ് ഓഫ് 4 into 6.022 into 10⁻23 ഓക്സിജൻ ആറ്റം. ഇതിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്സിജൻ ആറ്റത്തിന്റെ മാസ്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. നോക്കിയേ, 1 മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നതാണ് 6.022 into 10⁻23 ആറ്റംസ് അല്ലേ? ഇനി 4 മോൾ 4 മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നതാണ് 4 into 6.022 into 10⁻23 ആറ്റംസ്. ഈ 1 മോൾ ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്? 16 ഗ്രാം. ഈ 4 മോൾ എന്ന് പറയുന്നത് 16 ഇൻറ്റു ഇതിന്റെ മാസം എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. അപ്പൊ 4 മോളിന്റെ വരുമ്പോൾ 16 into 4 ഈക്വൽ ടു 64 ഗ്രാം. അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്യാസ് ഇൻ എ സിലിണ്ടർ എ ഓഫ് വോളിയം 2L is completely transferred into cylinder B of volume 4 liter without changing temperature. What is the new volume of the gas? അപ്പോൾ എ എന്ന് പറയുന്ന സിലിണ്ടറിൽ 2 ലിറ്ററിലായിട്ടാണ് ഇരുന്നത്.
എ എന്ന സിലിണ്ടറിൽ ഗ്യാസ് അതിന് 4 ലിറ്റർ വോളിയമുള്ള ബി എന്ന സിലിണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ. അപ്പോൾ ഇപ്പോഴത്തെ വോളിയം എത്രയാണ്? ഇപ്പോഴത്തെ വോളിയം 4 ലിറ്റർ അല്ലേ? 4 ലിറ്ററിലല്ലേ ഇരിക്കുന്നത് ബി. ദെൻ ഗ്യാസ് ഇൻ വിച്ച് സിലിണ്ടർ എക്സ്പീരിയൻസസ് മോർ പ്രഷർ? ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത് ഏതിലാണ്? 4 ലിറ്ററിൽ ഇരിക്കുമ്പോഴാണോ 2 ലിറ്ററിൽ ഇരിക്കുമ്പോഴാണോ 2 ലിറ്റർ ഗ്യാസിന് പ്രഷർ കൂടുതൽ? 2 ലിറ്ററിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ സിലിണ്ടർ എ. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 15 ഈച്ച് ക്യാരീസ് 3 scores. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്ക് വീതമാണ്. ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് എക്സ് ഈസ് ആർഗൺ 3d8 4s2. ഹൗ മെനി ഷെൽസ് ആർ ദെയർ ഇൻ ആൻ ആറ്റം ഓഫ് ദിസ് എലമെന്റ്? എത്ര ഷെൽസ് ആണ് ഈ ആറ്റത്തിൽ ഉള്ളത്? അപ്പോൾ ഷെൽ നമ്പർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ എത്ര ഷെൽസ് ഉണ്ട്. 4 ഷെൽസ്. 4s ആണ് ലാസ്റ്റ് വരുന്ന സബ്ഷെല്ല്. അപ്പോൾ 4 ഷെൽസ് ഉണ്ട്. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിംഗ് ഒക്കേഴ്സ് ഇൻ വിച്ച് സബ്ഷെൽ? അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത്? നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ ഡിയും എസും വരുമ്പോൾ 4sൽ ഫില്ല് ചെയ്തതിന് ശേഷമേ 3dയിൽ ഫില്ല് ചെയ്യത്തുള്ളൂ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന സബ്ഷെല്ല് 3d. ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദിസ് എലമെന്റ്. ഇതിന്റെ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ ഡി ബ്ലോക്കിന്റെ കേസിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വരുമ്പോൾ എന്താ ചെയ്യുക? ലാസ്റ്റിലത്തെ ഡിയിലെയും എസിലെയും കൂടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ 8 + 2 = 10. അപ്പൊ 10ാമത്തെ ഗ്രൂപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോളിക്കുലാർ മാസ് ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് SO2 is 64. ഫൈൻഡ് ദ മാസ് ഓഫ് 1 GMM SO2. 1 GMM SO2ന്റെ മാസ് എത്രയാ? SO2ന്റെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് SO2 എന്ന് പറയുന്നത് തന്നെയല്ലേ SO2 ന്റെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ റെപ്രസെന്റ് ചെയ്ത്. അപ്പോൾ 64 ഗ്രാം, 64 ഗ്രാം തന്നെയാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 GMM SO2. ഈ 1 GMMൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം എത്രയാണ്? അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23. Find out the number of molecules. Find out the number of moles of molecules in 320 gram of sulfur dioxide SO2. 320 ഗ്രാം സൾഫർ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഗ്രാം എടുത്ത് എഴുതുക. 320 ഗ്രാം ഡിവൈഡഡ് ബൈ സൾഫർ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് 64 ഗ്രാം. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 മോൾ എന്ന് കിട്ടും. 5 മോൾ. എത്ര മോൾ എന്ന് ചോദിച്ചാൽ 5 മോള് മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്. എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് ചോദിച്ചാൽ 5 × 6.022 × 10⁻23 molecules. A displacement reaction is given below. X plus ZnSO4 gives XSO4 plus Zn. X is a metal. First question, analyze the reactivity order given below and identify the possible metal X. അപ്പോൾ ഇതിലും ഹിന്റ് തന്നിട്ടുണ്ട്. Mg > സിങ്ക് > Fe > Cu. റിയാക്ടിവിറ്റി ഓർഡർ ഇങ്ങനെയാണ് തന്നിട്ടുണ്ട്. ഈ എക്സിന്റെ സ്ഥാനത്ത് വരുന്നത് ഏത് മെറ്റൽ ആണെന്ന് എഴുതണം. അപ്പൊ നമുക്കറിയാം സിങ്കിനെക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് Mg. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ആ ഡിപ്പ് ചെയ്ത് വെക്കുന്ന മെറ്റൽ എന്ന് പറയുന്ന റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം മറ്റതിനേക്കാളും. അപ്പൊ സിങ്കിനെക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ഒന്നല്ലേ ഉള്ളൂ Mg. അപ്പൊ ഇവിടെ എക്സിനെ എടുത്തിരിക്കുന്നത് Mg. Write the chemical equation which shows the change occurring to Zn2+ ions in this reaction. സിങ്ക് 2+ അയോണിന് സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, ചേഞ്ച് സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇവിടെ റിയാക്ടിവിറ്റി കൂടിയത് മഗ്നീഷ്യത്തിനാണ്, റിയാക്ടിവിറ്റി കുറഞ്ഞത് സിങ്കിനാണ്. റിയാക്ടിവിറ്റി കുറഞ്ഞതിന് റിഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുക. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ Zn2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Zn ആയിട്ട് മാറും. Whether the change occurring Zn2+ ion is oxidation or reduction by. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? റിഡക്ഷൻ ആണ് നടക്കുന്നത്. എന്താ കാരണം? Zinc occurs reduction as zinc 2+ changed to Zn. The reactivity of zinc is less than magnesium. SO2 and carbon dioxide are 2 gases kept at STP. STPയിൽ വച്ചിരിക്കുന്ന 2 gases ആണ് SO2ഉം കാർബൺ ഡൈ ഓക്സൈഡും. What is the volume of 1 mole of gas at STP? ഒരു മോൾ ഗ്യാസ് ഏതിന്റെ എടുത്താലും STPയിലെ വോളിയം എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 22.4 ലിറ്റർ. If the volume of carbon dioxide and sulfur dioxide are 112 liter each, രണ്ടിനും 112 ലിറ്റർ വോളിയം ആണ് ഉള്ളത്. Find out the number of moles of carbon dioxide.
കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 112 ലിറ്റർ ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വോളിയം എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ 22.4 ഈക്വൽ ടു, ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഈക്വൽ ടു 5 മോൾസ് എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കണം കേട്ടോ. ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2? SO2-ലെ എത്ര മോളിക്യൂൾസ് പ്രസന്റ് ആയിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. SO2-ലെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 112 ലിറ്റർ തന്നെയാണ് SO2-ന്. അപ്പൊ 112 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ഈക്വൽ ടു 5 മോൾസ് എന്ന് കിട്ടും. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 molecules. The data of an experiment conducted on a fixed mass of gas at constant pressure are given. വോളിയം ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഇതിൽ എയും ബിയും കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. അപ്പൊ വോളിയം ടെമ്പറേച്ചറും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ലോ ഏതായിരുന്നു? ചാൾസ് ലോ. ചാൾസ് ലോയിൽ വരുന്ന ഇക്വേഷൻ ഏതാ? V1/T1 ഈക്വൽ ടു V2/T2. ഇത് വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇത് കണ്ട് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നവർ അങ്ങനെ എഴുതുക. അങ്ങനെ എഴുതാൻ പറ്റാത്തവർ സ്റ്റെപ്പ് എഴുതി ചെയ്ത് എഴുതുക. അപ്പൊ ഇതിൽ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും എടുക്കാം. V1/T1 ഈക്വൽ ടു V2/T2. ഇതിൽ V1 എന്ന് പറയുന്നത് 600, V2 എന്ന് പറയുന്നത് 800. ആദ്യത്തെ രണ്ട് കേസ് എടുക്കാം. ദെൻ T1 എന്ന് പറയുന്നത് 300, T2 ആണ് എ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. V1/T1 ഈക്വൽ ടു V2/T2. V1 600 ഡിവൈഡഡ് ബൈ T1 300 ഈക്വൽ ടു V2 എത്രയാ? 800 ഡിവൈഡഡ് ബൈ T2. ഇതിൽ നിന്ന് T2 കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. T2 ഈക്വൽ ടു 800 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ ഈ T വരുന്ന സൈഡിലത് ഡിവൈഡഡ് ബൈ ഇട്ട് കൊടുക്കാം 600. അപ്പോ 400 കിട്ടും എയുടെ വാല്യൂ 400. ഇതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഈ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് 900 ആണ് കിട്ടുന്നത്. ചെയ്തു നോക്കാം അതുപോലെ കേട്ടോ. The outermost subshell electronic configuration of an element Y is 3s2 3p1. Write the complete subshell electronic configuration of this element. ഇതിന്റെ complete subshell electronic configuration എഴുതുക. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3s2 3p1 വരെയാണ് നിൽക്കുന്നത് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ബാക്കി നമുക്ക് എഴുതാലോ 1s2 2s2 2p6. ബാക്കി ഇങ്ങനെ എഴുതി കൊടുക്കാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആൻസർ. ടു വിച്ച് പീരിയഡ് ആൻഡ് ബ്ലോക്ക് ഡസ് ദിസ് എലമെന്റ് ബിലോങ്? ഏത് പീരീഡിലും ഏത് ബ്ലോക്കിലുമാണ് ഇത് പെടുന്നത്? അവസാനത്തെ ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്നതാണ് ബ്ലോക്ക്. അപ്പൊ ഇത് പി ബ്ലോക്ക്. ബ്ലോക്ക് പി ഏത് പീരീഡാ? പീരീഡ് കാണാൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് 3. അപ്പൊ പീരീഡ് എന്ന് പറയുന്നത് 3. റൈറ്റ് ദ ഔട്ടർമോസ്റ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസ് ബിലോങ്ങിങ് ടു സെയിം പീരീഡ്. ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ? നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആണ് എല്ലാ നോബിൾ ഗ്യാസസും. അപ്പൊ അവസാനം 8 വരണം. ഇവിടെ 3s2 3p, അവിടെ 8 വരണം. ഇപ്പൊ അവിടെ 3 അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? 3s2 3p6. 6 2 8. ബാക്കി അതുപോലെ എഴുതിയാൽ മതി. 1s2 2s2 2p6. The volume of 2 mole hydrogen gas at 1 atmospheric pressure and 273 Kelvin is 44.8 liter. Name the scientist who established the relationship between the volume and pressure of gas through experiment. വോളിയവും പ്രഷറും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് സജസ്റ്റ് ചെയ്ത സയന്റിസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വോളിയവും പ്രഷറും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത്? ബോയിൽസ് ലോ അല്ലേ? അപ്പോ ആ സയന്റിസ്റ്റിന്റെ പേര് റോബർട്ട് ബോയിൽ. What will be the new pressure if the volume of hydrogen gas is changed to 22.4 liter? 22.4 ലിറ്ററിലേക്ക് ആ വോളിയം ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ന്യൂ പ്രഷർ അത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോയിൽസ് ലോ അനുസരിച്ച് നമുക്കറിയാം ഇക്വേഷൻ P1 V1 ഈക്വൽ ടു P2 B2. ഇവിടെ P1 ഏതാ? 1 atmospheric pressure. P1 ഈക്വൽ ടു 1. Then V1 ഈക്വൽ ടു 44.8.
P2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ന്യൂ പ്രഷർ. ആ സമയത്തെ വോളിയം എത്രയാണ്? 22.4. ഇനി ഇതിനകത്തുനിന്ന് V2 കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? V2 ഈക്വൽ ടു P1 V1 ബൈ P2. ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. P1 1 ഇൻറ്റു V1 എത്രയാ? 44.8 ഡിവൈഡഡ് ബൈ P2. സോറി, P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. P1 V1 by V2. Okay. V2 22.4. ഇതിന്റെ ആൻസർ 2 atmospheric pressure എന്ന് കിട്ടും. Suggest a method to increase the volume of this gas without changing the pressure and mass. പ്രഷറും മാസും ചേഞ്ച് ചെയ്യാതെ ഇതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇതിനെന്താ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ മാർഗം എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക അല്ലേ? To increase the temperature. ചോൾസ് ലോ അനുസരിച്ച് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോളിയം കൂട്ടാൻ പറ്റും. The molecular arrangement in solid, liquid and gaseous states are different. On the basis of this, write a short note on gaseous state highlighting the energy of molecules, distance between molecules, attractive force between molecules and freedom of movement of molecules. ഇത് വെച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ. അതായത് എനർജി നമ്മൾ ആദ്യം പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസ് ലോസിന്റെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ച അത് വെച്ചിട്ട് എഴുതാനുള്ളതാണിത്. എനർജി ഓഫ് മോളിക്യൂൾസ് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട് ഇൻ ഗ്യാസസ്. ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി ലെസ് ഇൻ ഗ്യാസസ്. ദ മോളിക്യൂൾസ് ഇൻ ഗ്യാസസ് ഹാവ് മോർ ഫ്രീഡം. അതായത് ഇവിടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലാണ് compared to solids and liquids. They have a great deal of space between them and a high kinetic energy. High energy of molecules high ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതാം. സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺസ്റ്റന്റ് മൂവിംഗ് ഗ്യാസ് മോളിക്യൂൾസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഓഫ് എ ഗ്യാസ്. റൈറ്റ് എനി 2 റിലവന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഗ്യാസിലെ പ്രഷർ നിലനിർത്തുന്നതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അതിന്റെ ഒരു 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് when the gas is put under pressure by reducing volume of container, the space between the particles is reduced and the pressure. ഗ്യാസിലെ മോളിക്യൂൾസ് എല്ലാ സൈഡിലേക്കും എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. Then they collide with each other and also collide with the walls of the container. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഗ്യാസിലെ പ്രഷർ ഉണ്ടാകുന്നത്. Atomic number of manganese 25. Write the subshell electronic configuration of manganese. മാംഗനീസിന്റെ subshell electronic configuration എങ്ങനെ എഴുതാം? 1s2 2s2 25നാണ് നമ്മൾ എഴുതുന്നത്. 2s2 2p6 3s2 3p6 4s2 20 then 3d5 25. Write the subshell electronic configuration of positive ion in MnO2. ഓക്സിജന്റെ തന്നിട്ടുണ്ട്. MnO2ന്റെ MnO2ലെ മാംഗനീസിന്റെ പോസിറ്റീവ് അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്സിജന്റേത് -2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. മാംഗനീസ് 1 ആണുള്ളത്. അപ്പൊ x പ്ലസ് 2 ഓക്സിജൻ ഉണ്ട്. 2 into -2 ഈക്വൽ ടു 0. x -4 ഈക്വൽ ടു 0. x ഈക്വൽ ടു +4. അപ്പോൾ ഇവിടെ മാംഗനീസിന്റെ പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ മാംഗനീസ് 25ന്റേതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. മാംഗനീസ് 4+ എന്ന് പറയുമ്പോൾ 25 - 4 21നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ 4 ഇലക്ട്രോൺസ് നമ്മൾ ഇതിൽ നിന്ന് കളയണം. 4 ഇലക്ട്രോൺസ് കളയുമ്പോൾ ഈ 2 എസിൽ നിന്ന് 2 എണ്ണം പോകും, ഇവിടെ നിന്ന് 2 എണ്ണം പോകും. അപ്പൊ ബാക്കി എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 then 4s വേണ്ട, then 3d3.
ഗീവ് റീസൺ ഫോർ ദി വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതിന്റെ റീസൺ എഴുതാൻ. അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാണ്. The difference in energy between the outermost S subshell and penultimate D subshell is very small. Under suitable conditions, the electrons in D subshell also take part in chemical reaction. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ എല്ലാം വളരെ ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.